അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ന് രാവിലെ നമ്മുടെ ജുമാന അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ്. അബൂബക്കറിക്ക ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. എന്നും രാവിലെ മുടങ്ങാതെ പത്രം വായന അബൂബക്കറിക്കാൻ്റെ ശീലമാണ്. എന്തായാലും ഉപ്പ അവിടെ ഇരുന്നു പത്രം വായിക്കുകയല്ലേ. 3 വയസ്സുള്ള ചെറിയ കുട്ടിയെ കൂടി ജുമാന അവിടെ കൊടുന്നിരുത്തി. മോളെ, എങ്ങോട്ടും പോവരുത് കേട്ടോ, ഉപ്പപ്പാൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നോ. ഉപ്പ മോളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ഞാൻ അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് എന്നെല്ലാം പറഞ്ഞു. അബൂബക്കറിക്ക പറഞ്ഞു, മോളെ, കുട്ടി അവിടെ ഇരുന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം, നീ പോയി നിന്റെ പണിയെടുത്തോ, ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജുമാന അടുക്കളയിലേക്കും പോയി അബൂബക്കറിക്ക പത്രമിങ്ങനെ വായിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി കുഞ്ഞിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞ് അവിടെ ഇരുന്ന് അവളുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കാര്യമായ കളിയിലാണ്. അതിനിടയിൽ കാര്യപ്പെട്ട വാർത്ത കണ്ട് നമ്മുടെ ഇസ്രായേലിലെയും ഫലസ്തീനിലെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുറിച്ചും ഉള്ളൊരു വാർത്ത കണ്ട് കുറച്ചു നേരം അബൂബക്കറിക്ക അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് തന്നെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മനസ്സിൽ കരുതി, പടച്ചവനെ, എന്നാണ് ഈ ഒരു പരീക്ഷണത്തിന് അവസാനം? എത്രയെത്ര കുഞ്ഞുങ്ങളും എത്രയെത്ര സ്ത്രീകളും എത്രയെത്ര ആളുകളുമാണ് ദിനംപ്രതി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതിയില്ലേ? ഓരോന്നോരോന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കെ പെട്ടെന്നാണ് കുഞ്ഞിലേക്ക് തൻ്റെ ശ്രദ്ധ പോയത്. പടച്ച റബ്ബേ, ഈ കുട്ടി എവിടെ പോയി? ഒരു നിമിഷത്തെ ശ്രദ്ധ കൊണ്ട് കുഞ്ഞിനെ കാണാനില്ല. അദ്ദേഹം നാലുപാടും നോക്കി, കുഞ്ഞിനെ എങ്ങും കാണുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഉമ്മറത്തുള്ള ആൾമറയില്ലാത്ത കിണറ്റിൻകരയിലേക്ക് പോയത്. അതാ കുഞ്ഞ് ഒരടി കൂടി വെച്ചാൽ കിണറ്റിൻ്റെ തൊട്ടടുത്തേക്ക്. മോളെ, മോളെ, ജുമാന എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു. എന്നാൽ ജുമാനയാവട്ടെ വെള്ളമെടുക്കാൻ നമ്മുടെ അപ്പുറത്തെ ലൈൻ പൈപ്പിൻ്റെ ചോട്ടിലേക്ക് പോയിരുന്നു, തിരുമ്പാനുള്ള വെള്ളമെടുക്കാൻ. കാരണം പിൻഭാഗത്ത് ലൈൻ പൈപ്പുണ്ട്, അതിൽ ധാരാളം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ആവശ്യത്തിനും പുറത്തുള്ള മറ്റു ആവശ്യങ്ങൾക്കും ലൈൻ പൈപ്പിൽ നിന്നാണ് വെള്ളമെടുക്കാറ്. കിണറിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. വേനൽ കാലമായതുകൊണ്ട് തന്നെ മറ്റു ആവശ്യങ്ങൾക്ക് അതുകൊണ്ട് കിണറിൽ നിന്നും എടുക്കാറില്ല. അവർ കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനും എല്ലാം മാത്രമാണ് കിണറിൽ നിന്ന് എടുക്കാറുള്ളത്. പിൻഭാഗത്ത് ടാപ്പ് തുറന്നിട്ടത് കൊണ്ട് തന്നെ അവൾ നമ്മുടെ അബൂബക്കറിക്ക വിളിച്ചതോ ഒന്നും കേട്ടില്ല. അവളെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ അബൂബക്കറിക്ക ആ ഒരു ഷോക്കിൽ പെട്ടെന്ന് ചാടി എണീറ്റ് കുഞ്ഞിനെ എടുക്കാൻ ഓടുകയായിരുന്നു. എഴുന്നേറ്റതോ ഓടിയതോ ഒന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് അടുത്ത നിമിഷം കിണറ്റിലേക്കാണല്ലോ പതിക്കുക എന്ന ആ ഒരു ചിന്തയിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് ഓടിയതായിരുന്നു. താൻ ഇത്രയും ദിവസമായി നടക്കാത്ത ആളാണെന്നോ അങ്ങനെയൊരു ചിന്തയോ അത്ഭുതമോ ഒന്നും ആ ഒരു ഷോക്കിനിടയിൽ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഓടി വന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് എൻ്റെ പൊന്നുമോളെ എന്ന് വിളിച്ചുകൊണ്ട് തുരുതുരാ ഉമ്മ വയ്ക്കുകയായിരുന്നു ആ കുഞ്ഞിൻ്റെ മുഖത്തും നെറ്റിയിലും തലയിലും എല്ലാം. ഒരു നിമിഷം തൻ്റെ ശ്രദ്ധ വൈകിയിരുന്നെങ്കിൽ ആ കുഞ്ഞിപ്പോൾ കിണറ്റിൽ വീണ് അദ്ദേഹത്തിന് അത് ആലോചിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. കുഞ്ഞിനെ ഒരുപാട് ഉമ്മകൾ വെച്ച ശേഷമാണ് അദ്ദേഹം അത്ഭുതത്തോടു കൂടി തൻ്റെ കാലുകളിലേക്ക് നോക്കിയത്.
അൽഹംദുലില്ലാ, പടച്ച റബ്ബേ, ആരുടെയും സഹായമോ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായമോ ഇല്ലാതെ താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാണോ വന്നത്? നടന്നല്ല, ഓടുകയായിരുന്നു. അൽഹംദുലില്ലാ, പടച്ചവന് നന്ദി. അദ്ദേഹം സന്തോഷത്തോടു കൂടി ഉറക്കെ വിളിച്ചു, മോളെ ജുമാന, ഓടിവായോ എന്നെല്ലാം പറഞ്ഞു. അദ്ദേഹം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പൂമുഖത്തേക്ക് നടന്നു കയറി. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ ജുമാനയും അതുപോലെ തന്നെ ജുമാനയുടെ ഭർത്താവിൻ്റെ ഉമ്മയും അടുക്കളയിൽ നിന്നും നമ്മുടെ അബൂബക്കറിക്കയും കുഞ്ഞും ഇരിക്കുന്നിടത്തേക്ക് വരുന്നത്. ജുമാനക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉപ്പയത കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടന്നു വരുന്നു. അവൾ സന്തോഷത്തോടു കൂടി ചോദിച്ചു, അൽഹംദുലില്ലാ, ഞാൻ എന്താണ് കാണുന്നത്? എൻ്റെ ഉപ്പ നടന്നോ? ഉപ്പ, എന്താണ് ഉണ്ടായത് എന്നെല്ലാം ചോദിച്ചു. അബൂബക്കറിക്കാക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബഹളമെല്ലാം കണ്ട് കുഞ്ഞുമാകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ അദ്ദേഹത്തിൻ്റെ തോളിൽ തലചായ്ച്ച് കിടക്കുകയായിരുന്നു. സംഭവമെല്ലാം കേട്ട് നമ്മുടെ ജുമാന കുട്ടിയെ വാരിയെടുത്തു. പൊന്നുമോളെ, ഉമ്മ കണ്ടില്ല, ഉമ്മ ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തുരുതുര അവളും ഉമ്മ കൊടുത്തു. അൽഹംദുലില്ലാ, എൻ്റെ മോളെ നീ കാത്തല്ലോ. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാ, ഞങ്ങൾക്കൊരു സന്തോഷം കൂടി തന്നല്ലോ, എൻ്റെ ഉപ്പ നടന്നല്ലോ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അവൾ അപ്പോൾ തന്നെ നമ്മുടെ സുമിയെയും ഫായിസിനെയും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. അവരാകട്ടെ വീട്ടിൽ നമ്മുടെ നൂറായെ പെണ്ണു കാണാൻ വരാമെന്ന് അതിനു വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. അതിനിടയിൽ ഒന്ന് ഓടിപ്പോയി കടയിൽ മുഖം കാണിച്ചു വരണം. ഫായിസിനോടായി പറഞ്ഞു, അവർ വരുമ്പോഴേക്ക് നമുക്ക് കടയിലൊന്ന് പോയി വരാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമി എന്തായാലും നമ്മുടെ അബൂബക്കറിക്ക നടന്നതിൽ അവർക്ക് ഒരുപാട് സന്തോഷമായി. അവൾ പറഞ്ഞു, എന്തായാലും നമുക്ക് ഇന്നും കൂടി ഹോസ്പിറ്റലിൽ പോകണം. അവിടുത്തെ ചെക്കപ്പുകളും കാര്യങ്ങളും മുടക്കേണ്ട. ഇന്ന് നടന്നു എന്ന് വെച്ച് മെഡിസിനും കാര്യങ്ങളും ഒന്നും നിർത്തേണ്ട. തിരക്കൊഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കൂടി ഒന്ന് പോയി വരാം. ഡോക്ടറോട് വിവരം പറയണ്ടേ? ഇനി ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻ തന്നെ നടന്ന സ്ഥിതിക്ക് ആ മെഡിസിൻ തന്നെ വേണമെന്നുണ്ട് എന്ന് ഉറപ്പില്ലല്ലോ. ചിലപ്പോൾ മെഡിസിൻ ഡോസ് കുറക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കാരണം ഉപ്പ നടന്നതല്ലേ. അതുകൊണ്ട് പോക്ക് മുടക്കേണ്ട. തിരക്കൊഴിയുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോൾ ഫായിസ് വന്ന് നിങ്ങളെ കൊണ്ടുവന്നോളും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു. അങ്ങനെ നമ്മുടെ ജമാലും സഫിയത്തെയും അവൻ്റെ പെങ്ങൾ സൽമായും കൂടി നമ്മുടെ നൂറായെ പെണ്ണു കാണാനായി ഷാജഹാനിക്കാൻ്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. മാറ്റിക്കഴിഞ്ഞിട്ടും നമ്മുടെ റഹീമയെയും മുനീറിനെയും കാണാഞ്ഞിട്ട് ജമാൽ ഒന്നും കൂടെ അവരെ വിളിച്ചു. റഹീമ, നിങ്ങൾ എവിടെ എത്തി? വേഗം വാ, ഇറങ്ങാൻ വൈകി, പെട്ടെന്ന് വരാൻ നോക്ക്, ഞങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിടാ, ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തും. അങ്ങനെ ഏകദേശം 5 മിനിറ്റ് ആവാനായപ്പോഴേക്കും നമ്മുടെ റഹീമയുടെയും മുനീറിൻ്റെയും കാർ നമ്മുടെ അസീസിക്കാൻ്റെ ഉമ്മറത്ത് വന്ന് നിന്നു. കാർ അകത്തേക്ക് കയറ്റിയിട്ട് നമ്മുടെ മുനീറും റഹീമയും ജമാലിൻ്റെ ഇന്നോവ കാറിലേക്ക് കയറി. അതിൽ കൊള്ളാനുള്ള ആളുള്ളൂ, അതുകൊണ്ട് തന്നെ 2 വണ്ടി പോവേണ്ട ആവശ്യമില്ല എന്ന് അവരോട് അസീസിക്ക പറഞ്ഞു. എന്നാൽ മക്കളെ, നിങ്ങൾ പോയി വരി, എല്ലാം റാഹത്തായി നടക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ സഫിയത്തെയും ജമാലും സൽമായും റഹീമയും മുനീറും എല്ലാവരും കൂടി നൂറായെ കാണാനായി പുറപ്പെട്ടു. ഷാജഹാനിക്കായുടെ വീട്ടിലാവട്ടെ പുതിയാപ്പിളയും കൂട്ടരും വരുന്നത് കൊണ്ട് നല്ല അടിപൊളി
ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതും എല്ലാം കാര്യമായി ഒരുക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ഫായിസും അതുപോലെ തന്നെ സുമിയും കടയിൽ നിന്ന് വിളിക്കുന്നത്. ഉപ്പ, ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റാവും കേട്ടോ, എന്നാലും കാര്യങ്ങൾ നടക്കട്ടെ. അവർ ഇറങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ വരും. കാരണം ഇവിടെ നമ്മുടെ കടയിൽ 2 ദിവസം മുൻപേ വന്നിരുന്ന ഗൾഫിൽ വലിയ കടകളൊക്കെയുള്ള ഇവിടുത്തെ തന്നെ ഒരാളുണ്ട്, ഒരു നാസറിക്ക. അദ്ദേഹത്തിന് നമ്മുടെ കടയിലുള്ള വെറൈറ്റി ഫുഡുകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് കാണാൻ വരുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഉസ്മാനിക്ക പറഞ്ഞത്. മകൻ നൗഫലും അവരുമുണ്ട് ഇവിടെ. പറ്റുകയാണെങ്കിൽ ഗൾഫിൽ ഷാർജയിൽ ഇതിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പോൾ വരും. അവർ വന്ന് കണ്ടാൽ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വരാം. കാരണം അദ്ദേഹം ആ ഒരു കാര്യം ഉറപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. കാരണം ഗൾഫിലും നമ്മുടെ കട തുടങ്ങുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. ഇവിടെ അറിയപ്പെടുന്നത് പോലെ അവിടെയും നമ്മുടെ കടക്ക് പേരും പ്രശസ്തിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക് പറഞ്ഞു, ആ മക്കളെ, എന്നാൽ അതും നടക്കട്ടെ, ഇവിടെ ഇതും നടക്കട്ടെ. എന്തായാലും അവർ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എത്തണം കേട്ടോ എന്നെല്ലാം പറഞ്ഞു. ആ ഉപ്പ, അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്, ഇവിടെ ഏകദേശം എത്താനായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വൈകില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തും. അവിടെ എന്തായാലും പെണ്ണു കാണൽ ചടങ്ങ് നടക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫായിസ് ഫോൺ വെച്ചു. അങ്ങനെ നമ്മുടെ ഷാജഹാനിക്കായുടെ ഉമ്മറത്ത് നമ്മുടെ അസിസിക്കാടെ മോൻ ജമാലിൻ്റെ ഇന്നോവ കാർ വന്ന് ഇറങ്ങി. നൂറായും നുഷൈബയും ജനലിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. കാരണം നുഷൈബ പറഞ്ഞു, പെണ്ണെ, വേണമെങ്കിൽ ജനലിൻ്റെ അകത്തുകൂടി ചെക്കനെ കണ്ടോ. കാരണം എന്തായാലും ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങളല്ലേ, അധിക നേരമൊന്നും ആണുങ്ങളെ മുഖത്ത് നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഈ ജനലിൻ്റെ അകത്തിൽ കൂടെ നോക്കി നേരെ കണ്ടോ എന്ന് പറഞ്ഞു. കാറിൽ നിന്ന് മുന്നിൽ ഇറങ്ങി വരുന്നത് സഫിയത്തെയാണ്. അതിൻ്റെ ബാക്കിലായി ജമാലും, അതിൻ്റെ ബാക്കിലായി സൽമായും, അതിൻ്റെ ബാക്കിലായി നമ്മുടെ റഹീമയും മുനീറും എല്ലാമുണ്ട്. നൂറ ജമാലിനെ തന്നെ ഇങ്ങനെ നോക്കി. കാണാൻ സുന്ദരനാണ്, കടയിൽ നിന്ന് കണ്ടതാണ്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ കശപിശക്കിടയിൽ ശരിക്കൊന്ന് നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ കണ്ട ആണുങ്ങളുടെ മുഖത്ത് നോക്കേണ്ട കാര്യമൊന്നും തനിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ കടയിൽ നിന്ന് അവന് കാര്യമായി ശ്രദ്ധിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരുപക്ഷെ തന്നെ പെണ്ണ് കണ്ട് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ. അതുകൊണ്ട് തന്നെ ഒന്ന് നേരെ നോക്കാമെന്ന് കരുതി. കൊള്ളാം, തരക്കേടൊന്നുമില്ല, സുന്ദരനാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി സൗന്ദര്യമല്ല, തന്നെ പൊന്നുപോലെ നോക്കുന്ന, അള്ളാനെ പേടിയുള്ള, മനസ്സും നന്നായ, കുടുംബമെല്ലാം നോക്കുന്ന, എല്ലാവരെയും നോക്കുന്ന ഒരാളായാൽ മതി. അങ്ങനെയുള്ള ഒരാളാണ് വേണ്ടത്, അല്ലാതെ പുറമേയുള്ള സൗന്ദര്യത്തിൽ അല്ലല്ലോ കാര്യം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോന്നു. നുഷൈബ അവളെ ഇങ്ങനെ തോണ്ടിക്കളിയാക്കുന്നുണ്ട്. അല്ല, എന്താ, നിനക്കിഷ്ടമായോ ചെക്കന്? കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ചെക്കനാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് അവളിങ്ങനെ നാണത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സഫിയാത്തയും അതുപോലെ തന്നെ ജമാലും റഹീമയും ഫായിസുമെല്ലാം സൽമായും എല്ലാം സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ഷാജഹാനിക്കയും ലൈലാത്തയും അവരെ സലാം മടക്കിക്കൊണ്ട് അകത്തേക്ക് സ്വീകരിച്ചു.
പൂമുഖത്തുള്ള സോഫ കാണിച്ചുകൊണ്ട്, കസേരയും സോഫയുമെല്ലാം കാണിച്ചുകൊണ്ട് നമ്മുടെ ലൈലാത്ത പറഞ്ഞു, ആ ഇരിക്കും, എല്ലാവരും ഇരിക്കും. അങ്ങനെ പറഞ്ഞു. ഷാജഹാനിക്ക ഭാര്യ ലൈലാത്തയോട് കണ്ണുകൊണ്ടിങ്ങനെ കാണിച്ചു. അത് കണ്ടപ്പോൾ തന്നെ ലൈലാത്ത അടുക്കളയിലേക്ക് പോന്നു. ഷാജഹാനിക്ക അവരോടായി ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം നമ്മുടെ അബൂബക്കറിക്കായുടെ മകൻ മുനീറിനെ ശ്രദ്ധിച്ചത്. ആ സംസാരത്തിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം മുനീറിനെ അദ്ദേഹം കണ്ടിട്ട് ഒരുപാട് ആയിരുന്നു. അവൻ്റെ കല്യാണത്തിന് പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ അവനെ ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹത്തിന് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അത് മുനീറാണെന്ന്. ഒരു മാത്ര അദ്ദേഹം ഷോക്കായിപ്പോയി. എങ്കിലും വന്ന അതിഥികളുടെ മുൻപിൽ വെച്ച് അവനോടൊന്നും ചോദിക്കാനും പാകമില്ല. മുനീറും അദ്ദേഹത്തെ കണ്ട് ആകെ അന്തവിട്ട് ഇരിക്കുകയാണ്. പടച്ച റബ്ബേ, ഇത് ഉപ്പാൻ്റെ സുഹൃത്താണല്ലോ. ആ ഉപ്പാൻ്റെ സുഹൃത്തിൻ്റെ മോളെയാണോ ഇപ്പോൾ ഇവൻ കെട്ടാൻ പോകുന്നത് എന്ന്. എന്നാൽ റഹീമക്ക് ഷാജഹാനിക്കയെയോ ലൈലാത്തയെയോ പരിചയമുണ്ടായിരുന്നില്ല. മുനീറിനാവട്ടെ നന്നായിട്ടറിയാം. അവനിങ്ങനെ പുഞ്ചിരിച്ച് ഇരുന്നു. എന്നാൽ സുമി ഇവിടെയാണെന്നോ തൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടുകാർക്ക് അറിയാമെന്നോ അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഷാജഹാനിക്ക, ആ മോനെ, നീ എന്നെത്തി എല്ലാം അറിയാത്ത പോലെ ഇങ്ങനെ അവനോട് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സഫിയത്തയും അതുപോലെ തന്നെ ജമാലുമെല്ലാം ചോദിച്ചു, ആ നിങ്ങൾ നേരത്തെ പരിചയമുണ്ടായിരുന്നോ? അപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും പരിചയക്കാരും എല്ലാം ആയല്ലോ. ഇനിയിപ്പോൾ എന്തു നോക്കാൻ, എന്നിട്ട് മോളെവിടെ എന്നെല്ലാം ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ നൂറായും നിഷൈബായും അതുപോലെ തന്നെ ലൈലാത്തയും കൂടെ ചായയും ബേക്കറികളുമെല്ലാം എടുത്ത് അങ്ങോട്ട് വന്നു. എന്നാൽ എല്ലാവരും ചായ കുടിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈലാത്തയും ഷാജഹാനിക്കയും ആ ബേക്കറിയും ചായയും എല്ലാം മേശമേലേക്ക് നിരത്തി വെച്ചു. സഫിയാത്ത പറഞ്ഞു, മോളെ, നീ കൂടി ഞങ്ങളുടെ കൂടെ ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നൂറായെ അവിടെ പിടിച്ചിരുത്തി. അങ്ങനെ വന്നവരെല്ലാം ചായയും ബേക്കറിയും എല്ലാം കഴിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതെല്ലാം അവർ കഴിക്കാൻ തുടങ്ങി. നമ്മുടെ ലൈലാത്തയും നിഷൈബായും അവർക്കിങ്ങനെ വിളമ്പിക്കൊടുക്കുന്നുണ്ട്. മതി, ഞങ്ങൾ നന്നായി വയറു നിറയെ കഴിച്ചു, മതി എന്നെല്ലാം അവർ പറയുന്നുണ്ട്. നമ്മുടെ ലൈലാത്ത വിടുന്ന ഭാവമില്ല. കഴിക്കും, എല്ലാവരും കഴിക്കും, നിങ്ങൾ വരുന്നത് കൊണ്ട് സ്പെഷ്യലായി ഉണ്ടാക്കിയ ബിരിയാണിയെല്ലാമാണ്, പായസവും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നുഷൈബ അടുക്കളയിൽ പോയി നല്ല പാലട പ്രഥമനും കൊണ്ടുവന്നു. എല്ലാം കൊണ്ടും വയറു നിറഞ്ഞു. പെണ്ണിനെയും ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ, റാഹത്തായി. എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഷാജഹാനിക്കയും അതുപോലെ തന്നെ സഫിയാത്തയും പറഞ്ഞു, മക്കളെ, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജമാലും നൂറായും ഉമ്മറത്തേക്ക് ഇറങ്ങി. അവർ മുറ്റത്ത് തന്നെ ഒരു മാവിൻ ചുവടുണ്ട്, അവിടേക്ക് പോയി ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ജമാൽ പറഞ്ഞു, എൻ്റെ പേര് ജമാൽ, ഞാൻ ഗൾഫിൽ UAE ആണ്, വന്നിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. ഞാൻ പഠിച്ചത് ഇവിടെ തന്നെയുള്ള സ്കൂളിലാണ്. നിൻ്റെ ഇക്ക ഫായിസിൻ്റെ കൂടെയാണ്, ഞങ്ങൾ പരിചയമുണ്ട്. ഇനി പറ, നിന്നെക്കുറിച്ച് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. നൂറ പറഞ്ഞു,
ഞാനും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. എൻ്റെ പേര് നൂറ എന്നാണ്. അവിടെ തന്നെയാണ് ഞാനും പഠിച്ചത്. +2 വരെ പഠിച്ചു. പിന്നെ അന്നത്തെ ഞങ്ങളുടെ സാഹചര്യത്തിൽ തുടർന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഉപ്പായെയും ഉമ്മായെയും സഹായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടയിലേക്ക് പോയി. ഞാനും അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയും. അവളും +2 വരെയേ പഠിച്ചിട്ടുള്ളൂ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. ഫായിസ് ചോദിച്ചു, എനിക്ക് നൂറായെ ഇഷ്ടമായി. ഞാൻ കടയിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പറഞ്ഞ് പെണ്ണ് കാണാൻ വന്നത്. ഞാൻ തുറന്നു ചോദിക്കുകയാണ്, നൂറയ്ക്ക് എന്നെ ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ ഓക്കെ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അവളിങ്ങനെ തലയും താഴ്ത്തി കാലുകൊണ്ട് കളം വരച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരമെല്ലാം നിർത്തി അകത്തേക്ക് കയറി വന്നു. നമ്മുടെ സഫിയാത്ത് ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക് പറഞ്ഞു, കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ തമ്മിൽ ഇഷ്ടപ്പെട്ടല്ലോ. ഇപ്പോൾ അവർ കണ്ടിഷ്ടപ്പെടാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബങ്ങൾ പിന്നെ നമുക്ക് പരസ്പരം അറിയാവുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മൾ വന്ന് പെണ്ണ് കാണാനെല്ലാം തീരുമാനിച്ചത്. എന്തായാലും നിങ്ങൾ ഇറങ്ങുന്നതിൻ്റെ മുൻപ് എൻ്റെ മകൻ ഫായിസും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ മരുമകളാകാൻ പോകുന്ന സുമിമോളും ഉണ്ട്. അവൾ ഇവിടെ തന്നെയാണ്. അവർ രണ്ടുപേരും ഒരു അത്യാവശ്യ കാര്യത്തിനായി പുറത്തു പോയതാണ്. അവരിപ്പോൾ വരും. അവർ കൂടി വന്ന് നമുക്ക് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തതിന് ശേഷം പോവാം. ഞാൻ അവർക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഷാജഹാനിക്ക ഫോൺ വിളിച്ചു. ഫായിസ് ഡ്രൈവിങ്ങിലായിരുന്നതുകൊണ്ട് സുമിയാണ് അറ്റൻഡ് ചെയ്തത്. ഉപ്പ, അസ്സലാമു അലൈക്കും. മക്കളെ നിങ്ങൾ എവിടെ എത്തി? അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. നിങ്ങൾ വന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഉപ്പ, ഇതാ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി, ഇവിടെ എത്താനായി എന്ന് പറഞ്ഞു സുമി. എന്നാൽ ശരി, ഞാൻ ഫോൺ വെക്കുകയാണ്, വേഗം വരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാനിക്ക ഫോൺ വെച്ചു. സുമി എന്നെല്ലാം കേട്ടപ്പോൾ നമ്മുടെ മുനീർ ചിന്തിച്ചു, പടച്ച റബ്ബേ, ഇത് എൻ്റെ ആദ്യ ഭാര്യ സുമിയെങ്ങാനും ആവുമോ? പിന്നെ അവൻ വിചാരിച്ചു, അവളൊന്നും ആവില്ല. അവളെങ്ങനെ ഇവിടെ എത്തിപ്പെടാനാ? ഇത് ഉപ്പാൻ്റെ സുഹൃത്തിൻ്റെ വീടല്ലേ. അങ്ങനെ അവൾ ഇവിടെ എത്തിയെങ്കിൽ ഞാൻ അറിയേണ്ടതല്ലേ, അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങളെല്ലാവരും അറിയേണ്ടതല്ലേ. ഇത് അവളൊന്നും ആയിരിക്കില്ല, ഇത് വേറെ ആരെങ്കിലും ആവും എന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഫായിസിൻ്റെയും സുമിയുടെയും കാർ ഉമ്മറത്ത് പോർച്ചിൽ വന്ന് നിന്നു. അതിഥികളെല്ലാം ആകാംക്ഷയോടുകൂടി വാതിലിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് മുന്നിൽ ഫായിസും പിന്നാലെ അവനോടെന്തോ തമാശ പറഞ്ഞ് ചിരിച്ച് കൊഞ്ചി വരുന്ന സുമിയെയും എല്ലാവരും കണ്ടത്. മൊബൈലിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മുനീർ അപ്പോഴാണ് നമ്മുടെ ഫായിസിൻ്റെയും പിന്നാലെ വരുന്ന സുമിയുടെയും മുഖത്തേക്ക് നോക്കിപ്പോയത്. അവളെ കണ്ടതും അവൻ ഞെട്ടിവിറച്ചു. ഒരു 5-6 ദിവസം മുന്നേ തന്നെ അവളെ കണ്ടതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് ആളെ മനസ്സിലായി. അവന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ഇറങ്ങി ഓടണോ? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തൻ്റെ ഈ ഒരു വെപ്രാളം കാണിച്ചാൽ എല്ലാവരും സംശയിക്കും. അവൻ വിചാരിച്ചു, എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അവൻ്റെ ഈ വെപ്രാളവും കാട്ടിക്കൂട്ടലുമെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ റഹീമയും സുമയെ ശ്രദ്ധിക്കുന്നത്. അവളും ഞെട്ടിത്തെറിച്ചുപോയി. പടച്ചവന്, ഇത് തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയല്ലേ. മൊബൈലിലൊക്കെ ഫോട്ടോ അവിടെയും ഇവിടെയുമായി അവൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സുമയെ. ഇവളെ ഇവിടെയാണോ താമസം? എന്നിട്ട് ഇവൾ ഉള്ള വീട്ടിൽ നിന്നാണ് ഇനിയിപ്പോൾ തൻ്റെ കൂട്ടുകാരൻ കല്യാണം കഴിക്കാൻ പോകുന്നത്.
ഇതൊരിക്കലും നടക്കാൻ പാടില്ല. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മുനീറിനും സുമിക്കും ഇടയിൽ പഴയ ബന്ധം വളരാൻ സാധ്യതയുണ്ട്. മുനീറിന് അല്ലെങ്കിലേ തന്നോട് ഇപ്പോൾ ഒരു ഇഷ്ടക്കുറവുണ്ട്. താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ മുതലാണ് പിന്നെ അവൻ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. തൻ്റെ അവനോടുള്ള പെരുമാറ്റവും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി അവൻ്റെ സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സുമിയും അതുപോലെ മുനീറും വീണ്ടും കണ്ടുമുട്ടാനും ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുപോലെ മുനീറും ചിന്തിച്ചു, ഇവളെയാണോ ഇവൻ കല്യാണം കഴിക്കുന്നത്? ഇവൻ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇവൾക്ക് കുട്ടികളുണ്ടാവില്ല എന്ന കാര്യം? അതുപോലെ തന്നെ ഇവൾ ഒരിക്കൽ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു എന്ന കാര്യം. എന്തായാലും ഒഴിഞ്ഞ് അവനെ ഒന്ന് കിട്ടിയിട്ട് വേണം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണത്തിൽ നിന്ന് അവനെയും പിന്തിരിപ്പിക്കാൻ. ഒരുപക്ഷെ അവൻ അവളെ കല്യാണം കഴിച്ചാൽ ഇനി ഒരിക്കലും എനിക്ക് അവളെ തിരിച്ചു കിട്ടില്ല. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒഴിവാക്കി അവളെ ഇനി തൻ്റെ സ്വന്തമാക്കണം. കാരണം റഹീമയുടെ സ്വഭാവത്തിനനുസരിച്ച് എപ്പോഴാ തങ്ങൾ പിരിയുക എന്ന് അറിയില്ല. അവളുടെ വയറ്റിലാണെങ്കിൽ ഇപ്പോൾ തൻ്റെ കുഞ്ഞുമായി കഴിഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴേ അവളെ ഒഴിവാക്കി താൻ സുമിയെ തേടി പിടിച്ച് കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഇവൻ അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ചാൻസ് ഒന്നുമില്ലാതാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫായിസിനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ ആ കല്യാണത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് മുനീറും മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് റഹീമയും മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു. എന്തായാലും അവിടെ നിന്ന് അവർ ആ ഭാവമൊന്നും മുഖത്ത് കാണിച്ചില്ല. സുമിയും നമ്മുടെ മുനീറിനെ കണ്ട ഞെട്ടലിൽ തന്നെയായിരുന്നു. ഒരിക്കൽ ഞെട്ടിയതാണല്ലോ, അതുകൊണ്ട് കൂടുതൽ ഞെട്ടാനൊന്നും അവളും നിന്നില്ല. അവൾ അവനെ പരിചയം പോലും ഭാവിച്ചില്ല. അവൾ മറ്റുള്ളവരോട് മാത്രം സംസാരിച്ചു. സഫിയത്താനോടും സൽമായോടും അതുപോലെ തന്നെ ജമാലിനോടും എല്ലാം സംസാരിച്ചു. എന്നാൽ മുനീറിനോടോ അവൻ്റെ ഭാര്യയോടോ അവൾ കൂടുതൽ ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ എന്തായാലും വന്നവരെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് തിരിച്ചുപോയി. അവിടെ നിന്ന് ഫായിസും അതേപോലെ തന്നെ സുമിയും ഷാജഹാനിക്കയും ലൈലാത്തയും എല്ലാം നൂറായോട് ചോദിച്ചു, എന്നിട്ടെന്താ മോളെ, അപ്പോൾ നമുക്കതങ്ങ് ഉറപ്പിക്കാമല്ലേ? ഇഷ്ടമായില്ലേ നിനക്ക് ചെക്കനെയെല്ലാം ചോദിച്ചു. നൂറ പറഞ്ഞു, ആ എനിക്കിഷ്ടമായി, നിങ്ങളുടെ എല്ലാം ഇഷ്ടം തന്നെയാണ് എൻ്റെയും ഇഷ്ടം, എനിക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ആ സമയം വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ മുനീറും റഹീമയും ഈ കല്യാണം മുടക്കാനുള്ള ചർച്ചയിലായിരുന്നു. റഹീമ മുനീറിനോടായി പറഞ്ഞു, മുനീർ, നമുക്ക് ഇന്ന് തന്നെ ജമാലിനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്നാണോ അവൻ കല്യാണം കഴിക്കുന്നത്? എനിക്ക് ഇഷ്ടമായിട്ടില്ല പെണ്ണിനെ എന്ന് പറയാം. അല്ലാതെ ഇപ്പോൾ എന്ത് കാരണമാണ് അവനോട് പറയുക? അവൾ നിനക്ക് ചേർന്ന പെണ്ണൊന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ല. അവൻ ഇതിൽ നിന്ന് പിന്മാറും. അതുപോലെ തന്നെ നീയും എങ്ങനെയെങ്കിലും അവനെ ബ്രെയിൻ വാഷ് ചെയ്യണം. നിൻ്റെ കൂട്ടുകാരൻ ഫായിസിനെ, നിൻ്റെ ആദ്യ ഭാര്യയല്ലേ അവിടെയുള്ളത്, അവളെ കല്യാണം കഴിക്കരുത് എന്ന് പറയണം. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നും അവളുടെ സ്വഭാവം മോശമാണ്. നിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ തന്നെ അവൾ പല ആണുങ്ങളുമായി അടുപ്പമുണ്ടായിരുന്നു എന്നെല്ലാം. എന്ത് വേണമെങ്കിലും നമുക്ക് കള്ളക്കഥ പറഞ്ഞ് അവരുമായിട്ടുള്ള കല്യാണം മുടക്കണം. നിനക്ക് ചേർന്ന പെണ്ണല്ല എന്ന് നീ പറഞ്ഞാൽ മതി. നിൻ്റെ ഉപ്പാൻ്റെ കൂട്ടുകാരനല്ലേ ഫായിസ്. എങ്ങനെയെങ്കിലും 2 കല്യാണങ്ങളും നമുക്ക് മുടക്കണം. ഫായിസും സുമിയും തമ്മിലുള്ളതും അതുപോലെ തന്നെ ജമാലും നൂറയും തമ്മിലുള്ള ഈ 2 കല്യാണങ്ങളും നടക്കരുത്. നമുക്കത് എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് മുനീറും പറഞ്ഞു, ഞാനും അതുതന്നെയാണ് റഹീമ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2 കല്യാണങ്ങളും എങ്ങനെയെങ്കിലും മുടക്കണം. ആ 2 കല്യാണം നടന്നാൽ നമുക്ക്
പ്രശ്നമാണ്. പിന്നെയും ആ മുഖങ്ങളിങ്ങനെ കാണേണ്ടി വരും. അതൊരു ശല്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയായിട്ട് നേരിൽ കണ്ട് സംസാരിക്കണം എനിക്ക് ഫായിസിനെ. നീയും ജമാലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറയണം എന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് തീരുമാനിച്ചുകൊണ്ടാണ് അവർ ആ കാറിൽ വീട്ടിലേക്ക് പോയത്. അങ്ങനെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞപ്പോൾ വൈകുന്നേരമാണ് നമ്മുടെ സുമിയും അതുപോലെ തന്നെ അബൂബക്കറിക്കയും ഫായിസും ജുമാനയുമെല്ലാം ഹോസ്പിറ്റലിൽ എത്തിയത്. ഡോക്ടറെ കണ്ടപ്പോൾ നമ്മുടെ അബൂബക്കറിക്ക നടന്ന കാര്യവും അന്നുണ്ടായ സംഭവങ്ങളും എല്ലാം നമ്മുടെ സുമിയും ഫായിസും ജുമാനയുമെല്ലാം ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ, ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഞാൻ വന്നത് നടന്നുകൊണ്ട് തന്നെയാണ്. ഒരു വാക്കിംഗ് സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയോ കൈ പിടിച്ച് സഹായമോ ഒന്നുമില്ലാതെയാണ് നടന്നു വന്നത്. ഇനി മരുന്നുകളൊക്കെ നിർത്തിക്കൂടെ ഡോക്ടർ എന്ന് അബൂബക്കറിക്ക ചോദിച്ചു. മരുന്നുകൾ കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് സാവകാശം നിർത്താം. എന്തായാലും ഇപ്പോൾ ഉള്ളതിൽ നിന്ന് 2-3 ഗുളിക ഞാൻ കുറക്കുന്നുണ്ട്. ഇനി ഒരു 2 ഗുളിക കഴിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ശരിയാവും. പെട്ടെന്ന് നമുക്ക് നിർത്താൻ കഴിയില്ല, ഇന്നലെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സസൈസും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ നിർത്തേണ്ട. പിന്നെ എക്സസൈസ് എല്ലാം ശരീരത്തിന് നല്ലതുമാണ്. ഒരാഴ്ച കൂടി നമുക്ക് ഫിസിയോതെറാപ്പി കൂടി ചെയ്തിട്ട് ഫിസിയോതെറാപ്പി നമുക്ക് നിർത്താം. മെഡിസിനും ഞാൻ കുറച്ച് മെഡിസിൻ കുറച്ചിട്ടുണ്ട്. ഇനി അധികം മെഡിസിനൊന്നുമില്ല. അങ്ങനെ പതിയെ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞു. അബൂബക്കറിക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരുന്ന് കഴിച്ച് ഞാൻ ആകെ മടുത്തു, അതുകൊണ്ട് ചോദിച്ചു പോയതാണ് ഡോക്ടർ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. ഫായിസ് അവരെ അബൂബക്കറിക്കാനെയും ജുമാനെയും കൊണ്ടുവിടാനായി വീട്ടിലേക്ക് പോയി. ആ സമയം നമ്മുടെ സുമി ഐഷുമ്മയുടെ റൂമിലേക്കും പോയി. ഐഷുമ്മാക്കും ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട്. അവരുടെ കാൽവിരലൊക്കെ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. റൂമിലൂടെയൊക്കെ അവർ വാക്കിംഗ് സ്റ്റിക്കും അതുപോലെ തന്നെ സുമിയുടെയും കൈ പിടിച്ച് 1-2 അടി പിച്ച വയ്ക്കും പോലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സുമി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇനി ഉമ്മാൻ്റെ അസുഖങ്ങളെല്ലാം ഭേദമായിട്ട് വേണം ഉപ്പ നടന്ന കാര്യവും ഉപ്പാനെ ജുമാനയെയും താൻ കാണാറുണ്ട് എന്ന് എല്ലാം ഉമ്മായോട് പറയാൻ. അതുപോലെ തന്നെ ഉമ്മാൻ്റെ എല്ലാം ശരിയായിട്ട് വേണം ഉപ്പാനോടും ജുമാനയോടും പറയാം. ഇപ്പോൾ ഐഷുമാക്ക് തൻ്റെ തെറ്റുകളെല്ലാം ബോധ്യമായി. അവർ നല്ലൊരു മനുഷ്യ സ്ത്രീ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവരെ തമ്മിൽ ഒരുമിപ്പിക്കണം. അതാണ് തൻ്റെ ആവശ്യം എന്നും കരുതിക്കൊണ്ട് സുമി അവിടെ നിന്നും യാത്ര പറഞ്ഞ് വീട്ടിലേക്കായി പോയി.